ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനൽ കാണാത്ത ആളുകൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. ഓക്കെ, എല്ലാവരും സപ്പോർട്ടും ആണ് എനിക്ക്. ഞാനിപ്പം എന്താന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നത്, ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആദ്യ ഭർത്താവിന് എന്തിനാ ഒഴിവാക്കിയെന്നില്ലേ. അപ്പോൾ അതെന്തിനാ ഒഴിവാക്കിയെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പാവപ്പെട്ട കുടുംബത്തിലൊരംഗമായിരുന്നു എന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഉപ്പ ഒരു രണ്ടാം കെട്ടുകാരനൊക്കെ കല്യാണം കഴിപ്പിച്ചിട്ട് കൊടുത്തിനത്. എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അമ്മ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആള് മതം മാറിയ ആളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മതം മാറിയ പാടിന് ആൾ പോയി ഒരു കല്യാണം കഴിച്ച് നല്ലൊരു കുട്ടിയായി. പിന്നെ രണ്ടാമത്തെ ഗർഭിണിയാകുമ്പോൾ അവിടെ എന്തോ ചെറിയ പ്രശ്നമായിട്ട് വന്നിട്ട് പിന്നെ എന്നെ കല്യാണം കഴിച്ചതാണ്. നമ്മളുടെ അടുത്ത് ഇല്ല ഒരു പെണ്ണുങ്ങളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നിട്ട് അങ്ങനെ ആളെന്ന് പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു കല്യാണം കഴിക്കണം എന്ന് അങ്ങനെ പറഞ്ഞിട്ട് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ നല്ല സ്നേഹത്തിലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, നല്ല സ്നേഹമായിരുന്നു എനിക്ക്. മൂപ്പർ വരാൻ വേണ്ടിയിട്ട് വൈതാൽ ഞാനും കാത്തിരിക്കുമായിരുന്നു. അങ്ങനെ നല്ല നല്ല സ്നേഹത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. എന്താ പറഞ്ഞാൽ അപ്പം എനിക്ക് അത്ര അറിയാനായിട്ടുണ്ടായില്ല, ഞാൻ ചെറുതായിരുന്നല്ലേ. അപ്പം എനിക്ക് അങ്ങനെ ഒരറിവുണ്ടായിരുന്നില്ല. അങ്ങനെ എന്ന് പറഞ്ഞാൽ ആൾ കുറേ വൈകിട്ടായിരിക്കും വരിക, രാത്രി കുറേ ലേറ്റായിട്ട് വരും, 1 മണി 2 മണിയെല്ലാം ആകുമ്പോൾ വരും. അപ്പോൾ ആൾക്ക് കൂട്ടോട്ട് ഭയങ്കര കൂടുതലാണ്, ചങ്ങായിമാരുടെ കൂടെ ഭയങ്കരമായിട്ട് നടക്കും. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടാകുമ്പം ആളെന്താക്കിയെന്ന് പറഞ്ഞാൽ ആദ്യ ഭാര്യൻ്റെ അടുത്ത് പോയി ഒരു കൊല്ലം വരെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രഗ്നൻ്റായി, എനിക്ക് 7-ാം മാസം, വയറ്റിൽ 7-ാം മാസം ഉണ്ടാകുമ്പോൾ ആൾ ആദ്യ ഭാര്യയുടെ അടുത്ത് പോയി. ആടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പിന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട് പറയുമ്പോൾ അവർക്ക് പ്രശ്നമായി. അങ്ങനെ അവളാങ്ങളെല്ലാം വന്ന് കുറേ ചീത്ത പറഞ്ഞു, നമ്മളെ കുറേ ചീത്ത പറഞ്ഞ് ഇപ്പോൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. എൻ്റെ ഉപ്പ പറഞ്ഞു ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ പിന്നെ ഇവിടെ ഇവനെ നിർത്തൂല, ഞങ്ങൾ കൂട്ടിയിട്ട് പോകുമെന്ന് പറഞ്ഞു ഓളാങ്ങളെ. അങ്ങനെ ഓളാങ്ങളുടെ കൂടെ തന്നെ ഒന്നിച്ചാണ് നടന്ന് വന്നത് തന്നെ നമ്മളുടെ അടുത്തേക്ക്. അങ്ങനെ കൂട്ടിയിട്ട് പോയി. പിന്നെ ഞാനിങ്ങനെ കരച്ചിലെന്തെന്നാ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് അത്രയെല്ലാം ആയില്ലോ, 1 കൊല്ലമെല്ലാം ആയില്ലോ, അതല്ലാണ്ട് ഞാൻ ചെറുതാണല്ലോ. ഇങ്ങനെ കരഞ്ഞു. പിന്നെ കുറേ ആൾക്കാർ പറയും അവൻ വരൂല, കുറേ ആൾക്കാർ പറയും അവർ എന്തെങ്കിലും മരുന്നാക്കിയിട്ട് അവിടെ തന്നെ നിർത്തും എന്നിങ്ങനെ പറയും. കുറച്ച് ആൾക്കാർ പറയും ഇല്ല അവൻ വരും, എന്തായാലും വരാണ്ട് നിൽക്കൂല എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ കൂട്ടിയിട്ട് അവരൊപ്പം തന്നെ പോയിട്ട് പിന്നെ അവിടുന്ന് ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ മൂത്ത ആങ്ങളെ ഞാൻ അയച്ച് എന്താ നോക്കാൻ വേണ്ടിയിട്ട് കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ മൂത്ത ആങ്ങളെ പോയിട്ടാകുമ്പോൾ നല്ല ചീത്ത പറഞ്ഞിട്ട് എന്തെല്ലോ പറഞ്ഞിട്ടോള് തിരിച്ചയച്ച്. അവിടുന്ന് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അളയപ്പാനെ ഞാൻ പറഞ്ഞയച്ച്. അളയപ്പ ഇന്നില്ല ജീവനോടെ, അളയപ്പ മരിച്ചുപോയി. കവർ വിശാലമാക്കി കൊടുക്കട്ടെ. അളയപ്പാനെ പറഞ്ഞയച്ച്. ഇതേപോലെ അളയപ്പാനെയും അവളെ ചീത്ത പറഞ്ഞിട്ട് അയച്ചു. പക്ഷെ അവളെ ഉപ്പ നല്ല ഒരാളായിരുന്നു, ഉപ്പക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അളയപ്പാനെ ചീത്ത പറഞ്ഞയച്ചിട്ട് അളയപ്പ വന്നിട്ട് ഉപ്പാനോട് പറഞ്ഞ് എന്തിനാ വെച്ചാൽ കല്യാണം കഴിപ്പിച്ചിട്ട് കൊടുത്തിനത്, പിന്നെ വേണ്ടായിരുന്നു നമുക്കെന്ന് പറഞ്ഞ് അത്രയും ഒരു വൃത്തികെട്ട വാക്കായിരുന്നു പറഞ്ഞത് അളയപ്പാനോടെല്ലാം. അങ്ങനെ എന്നെന്താ ചെയ്യുക, കല്യാണം കഴിച്ചില്ലേ, പിന്നെ ഞാൻ പ്രഗ്നൻ്റ് തന്നെയല്ലേ. ആടുന്ന് ഒരു 3 മാസമാകുമ്പം വന്ന് ഞാൻ എൻ്റെ മൂത്ത മോളെ പ്രസവിക്കുന്ന സമയത്ത് വന്നിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ കൂട്ടിയിട്ട് പോയിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് പിന്നെ ഓളെന്താക്കി പറഞ്ഞാൽ പിറ്റത്തെ ആഴ്ച പള്ളിയിൽ ഒരാഴ്ച നമ്മളടുത്ത് ആൾ നിന്നിട്ട് ഓളെന്താക്കി പള്ളിയിലേക്ക് ആൾക്കാരെയും കൂട്ടിയിട്ട് അവിടുന്ന് ഓളെ ജ്യേഷ്ഠത്തെയും പിന്നെ 2-3 ആൾക്കാരെയും കൂട്ടിയിട്ട് നമ്മളെ പള്ളിയിലേക്ക് വന്ന് നമ്മളെ ജമാഅത്തിൽ അവിടുന്ന് ഒരുപാട് ചീത്ത പറഞ്ഞു. ചീത്ത പറയുമെന്ന് പറഞ്ഞാൽ പറയും പോലെ എന്നല്ല പറഞ്ഞതാണ്, കേൾക്കാൻ പറ്റാത്തത് പോലത്തെ ചീത്തയായിരുന്നു പറഞ്ഞത്.
അങ്ങനെയുള്ള ചീത്ത പറഞ്ഞ് നമ്മളെ പള്ളിയുടെ അടുത്തുള്ള ഒരു വീട്ടിലിരുന്നിട്ട് എന്നിട്ട് എല്ലാവരും പറഞ്ഞ് പിന്നെ അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ പേര് ഖാദറിനാണ്. ഖാദറിന് വേണ്ടായിരുന്നു, പെണ്ണിനിങ്ങനെ കെട്ടിക്കണ്ടായിരുന്നു, എന്തെല്ലാം പറയുന്നത്, വയറ്റിലെ പെണ്ണല്ലേ, ഇങ്ങനെ പ്രാകുന്നെന്നെല്ലാം പറയുന്നില്ലേ, അതുപോലെ ആയിരുന്നു, അങ്ങനെയായിരുന്നു പറഞ്ഞത്. പിന്നെ നമ്മൾ കേൾക്കാൻ അറക്കുന്ന അങ്ങനത്തെ അറപ്പുള്ള അങ്ങനത്തെ ഒരു ചീത്തയും ഭയങ്കരമായിട്ടുള്ള ചീത്ത വിളിയും അങ്ങനെല്ലാം ആയിട്ട് പിന്നെ പള്ളിയിലേക്ക് ഉപ്പാവും പിന്നെ ആളും പോയിട്ട് എൻ്റെ മക്കളുടെ ഉപ്പാവും പോയി. അങ്ങനെ പോയിട്ട് അവിടുന്ന് എന്തെല്ലോ പറഞ്ഞു പിന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഉപ്പ പറഞ്ഞു ഒഴിവാക്കുന്നില്ല, ഒരു കാര്യം ചെയ്യും, ഒരു മാസം നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് 5 ദിവസം എൻ്റെ മോളുടെ അടുത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓള് പറഞ്ഞ് ഇപ്പം എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓള് കൂട്ടിയിട്ട് പോയി. അവിടുന്ന് ഓള് ഇന്നോട് നിർത്തൂല എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയിട്ട് അവിടെ ഒരു 3 മാസം നിന്നിട്ടായിട്ട് പിന്നെ ഞാൻ പ്രസവിക്കാനാകുന്ന സമയത്ത് വന്നിട്ട് എൻ്റെ പ്രസവത്തിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ ഓളെന്താക്കിയെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തിട്ട് അങ്ങനെ പോയി. സമ്മൻസ് വന്നിട്ടാകുമ്പോഴത്തേക്ക് ആ കടലാസും കൊണ്ട് പോയിട്ട് ഓളടുത്ത് നിന്നിട്ട് പിന്നെ അവിടുന്ന് ഒരു വീട്ടിൽ നിന്ന് 2 ആൾക്ക് കേസിന് പോകാൻ പറ്റൂല പറഞ്ഞിട്ട് അവിടുന്ന് കേസ് ഒത്തുതീർപ്പാക്കിയിട്ട് പിന്നെ അവിടെ 3 മാസം നിന്ന് പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഒരുപാട് പ്രശ്നത്തിൻ്റെ നടുവിലേ കൂടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. അങ്ങനെ കേസ് കൊടുത്ത് ഒത്തുതീർപ്പാക്കിയിട്ട് അമ്മന്തേക്ക് വീണ്ടും എൻ്റെ അടുത്ത് വരുമ്പോൾ ആങ്ങളെ പിറകെ വന്നിട്ടാകുമ്പം എവിടെയെങ്കിലും പോയി ഒളിച്ച് നിന്നിട്ട് തിരിച്ചു പോകും. ഇവർ നമ്മളുടെ അടുത്തേക്കുള്ള ആങ്ങളെ നമ്മളെ വീട്ടിൽ ഉണ്ടാകുമ്പോൾ ഇവർ പുറത്തുള്ള വാതിലെ കൂട്ടിയിട്ട് പോയിട്ട് ഇവർ കാണാണ്ട് പോകും. അപ്പോൾ പറയും ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഇവിടുന്ന് ആങ്ങളമാർ നമ്മളെടുക്കുന്ന ആങ്ങളമാർ വന്ന ആങ്ങളമാർ പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നത്തിൻ്റെ നടുവിലായിരുന്നു ഞാൻ. ഒരുപാട് സഹിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ സഹിച്ചിട്ടുണ്ട്. അങ്ങനെ പോയി പിന്നെ ആങ്ങളെ എന്നും വന്നിട്ട് എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പ്രശ്നമാക്കും, ഒഴിവാക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട്, ചെറിയ പെണ്ണല്ലേ ഇപ്പോൾ ഒഴിവാക്കിയാലോ അവൾക്ക് വീണ്ടും കല്യാണം കഴിക്കാമല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് ഇങ്ങനെ തവണ വരും. അങ്ങനെ വന്ന് പിന്നെ ആൾക്ക് പിന്നെ ഒരു പണിയുണ്ട്. എന്താ പറഞ്ഞാൽ നമ്മളെ അടുത്തേക്ക് വന്നാൽ ചിലപ്പം ആൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഒരു പണിയുണ്ട്. രാവിലെ നമ്മളെടുക്കുന്ന ചായയും കുടിച്ച് കുളിച്ച് ഒരുങ്ങിയിട്ട് പോയിട്ട് രാത്രി വരും എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ നമ്മളെ അടുത്തേക്ക് രാത്രി വരൂല, നമ്മൾ കാത്തിരിക്കും. അപ്പോൾ ആളുടെ അച്ഛനക്കും അമ്മക്കെല്ലാം എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ അവർ രാത്രി അങ്ങനെ കാത്തിരുന്നിട്ട് കാണില്ല. ചിലപ്പോൾ പിറ്റേന്നാൻ വരൂല, ചിലപ്പോൾ പിറ്റേന്നായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ആരായിട്ടും ബന്ധപ്പെടാൻ പറ്റൂലല്ലോ എവിടെ പോയിന്നൊന്നും. അങ്ങനെ അച്ഛനും അമ്മേനെയും വിളിച്ചിട്ട് ഇങ്ങനെ പറയും, ഇങ്ങനെ ആളിങ്ങനെ വന്നില്ല ഒന്ന് അടുത്ത്. അപ്പോൾ അവർക്ക് കണ്ണൂർ മറ്റോളോടും അവിടെ പോക്കും പിന്നെ അവിടെ നല്ലതും തന്നെ എൻ്റെ അടുത്ത് വരികയും ചെയ്യും, നിൽക്കുകയും ചെയ്യും. അച്ഛനും അമ്മയെല്ലാം പെങ്ങന്മാരെല്ലാം വരും, നിൽക്കും. നല്ല സ്നേഹമായിരുന്നു. അങ്ങനെ അവർ വിളിച്ചു ചോദിക്കും, അപ്പോൾ ആടെ ഉണ്ടെന്ന് പറയും. ആടുന്ന് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വരും. ഈ പറയാണ്ട് ഇങ്ങനെ പോലാന്ന്. പിന്നെന്ന് പറഞ്ഞാൽ പണിയെടുക്കാണ്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ആടുന്ന് വരുന്നത് എന്താണെങ്കിൽ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആടുന്ന് വരാം. അപ്പോൾ ഓളെ വിചാരം എന്തെന്ന് പറഞ്ഞാൽ പിന്നെ പണിയെടുത്തിട്ടെല്ലാം എനിക്ക് തരുന്നത് ഓൾക്ക് കൊടുക്കുന്നില്ല. ഓൾക്ക് 3 മക്കളാണ്, ഒരു പെണ്ണ് 2 ആണാണ്. അങ്ങനെയാണ് ഓളെ വിചാരം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഓക്കെ.